നമസ്കാരം, ഞാൻ മൃണാൾ. 1000-ൽ കൂടുതൽ കുട്ടികളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിട്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്ന്. ഉച്ചഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. അത് ഈ സ്കൂളിൽ നടക്കുന്ന പല അത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ അത്ഭുത സ്കൂളിൻ്റെ പേരാണ് ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ. ഞാൻ പഠിച്ചത് ഇവിടെയാണ്. സ്കൂളിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിനു മുമ്പ് നാടിൻ്റെ ചില അത്ഭുതങ്ങളെക്കുറിച്ച് പറയണം. കേരളത്തിലെ പല നാട്ടിലും സ്കൂളിൽ അധ്യാപകരുടെ മക്കളെ പോലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുക, അൺഎയ്ഡഡിൽ. ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മാനക്കേടാണ്. അതായത് ഒരാളുടെ ആരുടെ ആയിക്കോട്ടെ, അയാൾ അൺഎയ്ഡഡ് സ്കൂളിൽ മക്കളെ ചേർക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ആൾക്കാരെ അയാളെ ഭയങ്കര തീരെ ബഹുമാനക്കുറവിലാണ് കാണുക. ഇയാളെന്താ ഇങ്ങനെ അയ്യേ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മിക്കവാറും എല്ലാവരും ഇവിടെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ അടിച്ചാക്കൈ, അല്ലെങ്കിൽ സെൻറ്റ് പോൾസ് തൃക്കരിപ്പൂര്, അല്ലെങ്കിൽ തടിയങ്കോലി സ്കൂളിൽ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്നത് ഒരേ സാധനവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് മനസ്സിലാവും. ഹൈസ്കൂളിൽ എത്തുമ്പോൾ ഹൈസ്കൂളും സർക്കാർ സ്കൂളിലേക്ക് തന്നെ വരിക. ഈ നാട് അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. സ്കൂളിനെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ പുറമെ ടീച്ചേഴ്സ്. 7000-ഓളം പുസ്തകങ്ങൾ നമ്മുടെ വിദ്യാലയ ലൈബ്രറിയിലുണ്ട്. കുട്ടികളത് വായിച്ച് അതിൻ്റെ ആസ്വാദനക്കുറിപ്പുകൾ എഴുതുക, അല്ലെങ്കിൽ അവരുടെ വായനാനുഭവം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവിഷ്കരിക്കാനുള്ള സംവിധാനമാണ് വിദ്യാലയത്തിൽ നടക്കുന്നത്. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പച്ചക്കറി ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഈ വരുന്നത് ഇപ്പോഴത്തെ HM ആണ്, എൻ്റെ അമ്മാവൻ വേണുമാവൻ. ഇത് സന്തോഷ് മാഷ്. എന്നെ പഠിപ്പിച്ച പല ടീച്ചേഴ്സും ഇപ്പം ഇല്ല, റിട്ടയർ ചെയ്തു. എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ച പലരും ഇവിടെ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, കാലം പോയപ്പോക്കെ. എനിവേ, നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. നെയ്ച്ചോറിനുള്ള അരി കഴുകുകയാണ്. തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ ഡെയിലി നെയ്ച്ചോറും ചിക്കൻ കറിയും അല്ല കേട്ടോ ഉച്ചഭക്ഷണം. കേരള സർക്കാർ കൊടുക്കുന്ന അതേ ഉച്ചഭക്ഷണം തന്നെയാണ് ഇവിടെയുള്ളത്. അതിന് പുറമെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ആ സമയത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പച്ചക്കറി കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചില കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കുറിച്ച്. പിന്നെ നാട്ടിൽ എന്തെങ്കിലും പ്രധാന വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ സ്പെഷ്യലായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാക്കും. ഈ നെയ്ച്ചോറും ഇറച്ചിക്കറിയും സാലഡും പായസവും ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ HM റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഹെഡ് മാസ്റ്റർ പേര് വേണുഗോപാലൻ വെങ്കലാട്ട് എന്നാണ്. എൻ്റെ അമ്മയുടെ അനിയനാണ്. എന്നെ പണ്ട് കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കണ്ണിൽ ചോരയില്ലാതെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ പഠന സമ്പ്രദായമൊക്കെ മാറിയതിന് ശേഷം അങ്ങനത്തെ കൈകാര്യം ചെയ്യലുകൾ ഇല്ലാതായി. പക്ഷെ പണ്ടേ നൊട്ടോറിയസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര പാവാന്ന് പറഞ്ഞ് കേൾക്കുന്നു. അറിയില്ല, എൻ്റെ അമ്മാവനല്ലേ, പോയാലും എത്രത്തോളം പോവും. ആ പഠന സമ്പ്രദായത്തിലെ മാറ്റം വളരെ കാര്യമായിട്ട് ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജുകളിൽ പോകുമ്പോൾ ശരിക്കും അനുഭവിക്കാൻ പറ്റും. പണ്ട് വ്യാകരണം പഠിക്കുക എന്ന് പറയുന്നൊരു കഷ്ടപ്പെട്ട പരിപാടി ഉണ്ടായിരുന്നു. അച്യുതൻ മാഷാണ് പഠിപ്പിച്ചിരുന്നത്. അച്യുതൻ മാഷ് മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്കിതൊന്നും തലയിൽ കയറില്ല. അത് അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പമായിരുന്നു. ഇന്നിപ്പോൾ ആ രീതിയൊക്കെ മൊത്തത്തിലങ്ങ് മാറി. അന്ന് അടിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആവശ്യം പോലെയായിരുന്നു. രക്ഷിതാക്കൾ പോലും പറയുക, അവന് നാളെ കൊടുക്കും മാഷേ, അവൻ ശരിയായിക്കോളും, അല്ലെങ്കിൽ ടീച്ചറെ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചാൽ പോരാ, 2 കൊടുത്തിട്ട് പഠിപ്പിക്കുക എന്നാണ് പറയുക. പക്ഷെ ആ രീതിയൊക്കെ മാറിപ്പോയി. ഒരു കാലത്ത് ഒരുപാട് പേര് ഏട്ടം വലം കളിയാക്കിയിരുന്ന DPP എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതാദ്യമായിട്ട് വന്ന ജില്ലകളിൽ ഒന്നാണിത്. അന്ന് ഒരുപാട് കളിയാക്കലുകൾ, വിമർശനങ്ങൾ ഒക്കെ നേരിട്ടിട്ട് അത് മാറ്റിവെക്കണത് പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പലരും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അവിടുന്നാണ് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മാറ്റം ഉണ്ടായി തുടങ്ങിയത്. ആ മാറ്റം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ടീച്ചേഴ്സും കുട്ടികളും സുഹൃത്തുക്കളെ പോലെയാണ്. പണ്ട് ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നെഞ്ഞത്തൊരു വേദനയോടെ മാത്രം ആലോചിച്ചിരുന്നൊരു കാലമുണ്ട്. എൻ്റെ കാലത്തിനൊക്കെ മുമ്പത്തെ കാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേ വേണ്ട. പണ്ട് കാരൂര് എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചാണ്ടല്ലോ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. കൊച്ചു തെമ്മാടി എന്നൊക്കെ പറയുന്നൊരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ, ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് കുട്ടികൾ വളരെ കാഷ്വൽ റിലേഷൻഷിപ്പാണ് ടീച്ചേഴ്സൊക്കെ ആയിട്ട്. അച്ഛനും അമ്മയും കൂടുതൽ പേടിയുണ്ടാവും ചിലപ്പോൾ.
ടീച്ചേഴ്സുമായിട്ട് എന്ന് പറഞ്ഞാൽ ബെഡ ദോസ്ത് ഫ്രണ്ട്സാണ്. ആധുനിക കേരളത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണിത്. ഈയിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ഭാഷാ സംവാദം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. MN കാരശ്ശേരിയാണ് അത് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ലേഖനം എഴുതിയത്. ആ ലേഖനം ഇന്നത്തെ കുട്ടികളെയോ ഇന്നത്തെ അധ്യാപകരെയോ ഇന്നത്തെ സ്കൂളിനെയോ ഒരു തരി പോലും മനസ്സിലാക്കാതെ ചെയ്തിട്ടുള്ളതാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കുട്ടികളെ ഒന്ന് കണ്ടാൽ മതി. സ്കൂളിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. എന്ത് മനോഹരാന്നറിയോ. ടോട്ടോ ചാൻ എന്ന് പറയുന്ന പുസ്തകം പണ്ട് ഞാൻ വായിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് വരുമെന്ന്. അങ്ങനെ ആയെന്ന് ഒരിക്കലും ഞാൻ പറയൂല, പക്ഷേ ആ വഴിക്കേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ MN കാരശ്ശേരിയുടെ കാര്യം പറഞ്ഞല്ലോ, പഴയകാല കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സംഭവം. അതിൽ അദ്ദേഹം ലേഖനം തുടങ്ങുന്നത് തന്നെ വളരെ കുഴപ്പം പിടിച്ച രീതിയിലാണ്. അദ്ദേഹമൊക്കെ ഇന്നത്തെ സ്കൂളുകളിൽ വന്ന് കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കുട്ടികൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ചേനെ എന്താ സംഭവം. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരില്ല, കുട്ടികൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ചേനെ. ഓരോ സ്കൂളിലും ഞാൻ അനുഭവിക്കുന്ന അതാണ്. നമ്മളെയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. പണിയെടുക്കാത്തവൻ ആദ്യമായിട്ട് എന്തെങ്കിലും പണിയെടുക്കുക. ഇത് ജിത്തു, സുന്ദരനും സുമുഖനും സൽസ്വഭാവിയാണ്. മതി. വേണുമോൻ്റെ മോനാണ്. ബംഗലാട്ട് തറവാട്ടിൽ അടുത്തതായി കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുന്ന ആൺതരിയാണ്. താല്പര്യമുള്ള കുട്ടികൾ ബന്ധപ്പെടുക. അവൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കാണിച്ചുതരാം. ജിത്തു, വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ കഷ്ടം കൊടുക്കുന്നുണ്ടോ? അഴിമതി. സംഗതി രാവിലെ 4 മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. സംഭവം ശരിയാണ്. ഒരു 10 മണിയായപ്പോഴേക്കും ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ ആയി. കുട്ടികൾ 12 മണി കഴിഞ്ഞപ്പോൾ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ സമയം 1 മണിയാ. എന്നിട്ടും എന്തൊരു ചൂടാന്നറിയ ഈ സാധനത്തിന്. ഒന്നുമില്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന നിധിനി അഭിനി പിള്ളേര് വളഞ്ഞിട്ട് പിടിക്കുക. നല്ല മല്ലി അരച്ച് ചേർത്ത് ചിക്കൻ കറിയാണ്. ഇത് ഈ നാടിൻ്റെ സ്പെഷ്യലാണ്. ഇങ്ങനത്തെ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വലിയ ടൗണുകളിൽ കൊടുക്കാൻ പറ്റിയുണ്ടല്ലോ, ഭയങ്കര ഹിറ്റാവും റെസ്റ്റോറൻറ്റ്. ഫ്രഷ് ഇറച്ചിയാണ്, രാവിലെ കൊണ്ടുവന്നാലേ. അരി സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ നല്ല താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർ ക്യാമറ ഏതാ, അതെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇത് ഏതാ ആംഗിള്, അങ്ങനെ വൻ ചോദ്യങ്ങളാണ്. ഈ അരിയും എൻ്റെ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെയാണ്. ഇത് കോഴിക്കോടൊക്കെ കിട്ടുന്ന അരിനേക്കാൾ കുറച്ചുകൂടെ വണ്ണം കൂടുതലായിട്ട് ഉരുണ്ടിട്ടോ. ഒരു ചിക്കൻ്റെ പീസ്, ഒരു സാലഡ്, എൻ്റെ ചെറുപ്പത്തിൽ വല്ലപ്പോഴും വീട്ടിൽ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കും. വല്ലപ്പോഴും നെയ്ച്ചോറ് ഇറച്ചി എന്നാണ് പറയാം. ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ചിക്കനാണ്. മേ ബി മാസത്തിലൊരിക്കുക, 2-3 മാസത്തിലൊരിക്കുക. അന്നും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള അത്ര ഞാൻ കഴിക്കും ഈസി ആയിട്ട്. എന്നിട്ട് രാത്രി വരെ കിടന്നുറങ്ങും. ദഹിക്കണ്ടേ. അച്ചാറാണ് തകർത്തത്. ഹെഡ് മാഷ് വിളമ്പിട്ട് പോയി. ഈ ചിക്കൻ്റെയും സാലഡിൻ്റെയും ഒരു ചിക്കനും സാലഡും നമ്മൾ കുഴക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ചിക്കനൊരു പെർസെൻറ്റേജ് സാലഡിൻ്റെ ഒരു പെർസെൻറ്റേജിലാണ് കറക്റ്റ് കോമ്പോ വരിക. നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തിക്കൊണ്ടിരിക്കണം. 1000 കുട്ടികൾക്ക് ഒരേ സമയത്തല്ല ലഞ്ച് ബ്രേക്ക്. അപ്പോൾ കുട്ടികൾ വരുന്നതിനനുസരിച്ച് ഇവരെ പൊതിയുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പം ഇത്രയും ചിക്കൻ, പിന്നെ ഇത്രയും ചോറ്, പിന്നെ ഇത്രയും സാലഡ്. ഇതൊരു ട്രയലാണ്. നമ്മൾ എല്ലേ മാറിക്കല്ലേ. ഇപ്പം നമുക്ക് ഒഴിക്കൂ. കറക്റ്റ് സമയത്ത് ജിത്തു സാധനം കൊണ്ടുവന്നു. കണ്ടോ, ഇതിൻ്റെ കളർ മാറി. ഇതാണ് ഞാനിന്ന് കണ്ടുപിടിച്ച കോംബോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പ്രപ്പോഷൻ. ഇടയ്ക്കിത് മടുക്കുമ്പോൾ
ചെറുതായിട്ട് തിരിക്കണം. കായത്താൽ മുഖരിതമായ അച്ചാറാണ്. അച്ചാറിൻ്റെ മുഖം കായമാണ്, അല്ലാത്ത ടേസ്റ്റും ആയിരുന്നു. കറക്റ്റ് പ്രപ്പോസൽ ചെയ്യണം, അതാണ് ബാലൻസിങ് ആക്റ്റാണ്. ഇത് തെറ്റിപ്പോകും, കംപ്ലീറ്റ് പൊളിയും. നമ്മളിപ്പോൾ എത്ര നാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, നെയ്ച്ചോറും എല്ലാം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും നല്ലൊരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടല്ലോ, കിട്ടാൻ ഭയങ്കര പാടാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭയങ്കര പാടാണ്. ഇവിടുത്തെ ഈ നാട്ടിൽ തന്നെ പാടായിരിക്കും. പയ്യന്നൂർ പാടായിരിക്കും, കാഞ്ഞങ്ങാട് പാടായിരിക്കും, എല്ലാം പാടായിരിക്കും. അതാണ് സിംപ്ലിസിറ്റിയും ആ ടേസ്റ്റിൻ്റെ ബാലൻസുമാണ് എല്ലാം. ഇവിടെ കുറച്ച് സുന്ദരി കുട്ടികൾ ഈ ബ്ലോഗ് പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ പേര് അതിനകത്ത് പറയണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഖരാവോ ചെയ്യുമായിരുന്നു. പേര് ചോദിച്ചപ്പോൾ ഒരാളൊരു പേപ്പർ എടുത്തിട്ട് എല്ലാവരെയും പേര് എഴുതാൻ തുടങ്ങി. അപ്പോൾ വേറൊരു കുട്ടി വന്ന് അവളുടെ പേര് മാത്രം എഴുതുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു ഓരോരാളും അവരവരുടെ പേര് മാത്രമേ എഴുതരുള്ളൂ. ഓക്കെ, അല്ല ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിങ്ങളിങ്ങനെ ഓരോരാളെ പേര് എഴുതി തരുന്നതിന് പകരം പേര് പറഞ്ഞാൽ പോരെ? പേര് പറയാൻ പറ്റൂല? മറന്നുപോയോ? ആ ഇതെന്താ ചെവി? ആ ഓക്കെ, ശരി. ആ ബൈ. സ്കൂളുണ്ടല്ലോ അല്ലേ, പോയിക്കോ.